നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യങ്ങളിലൊക്കെ ഉത്തരം പറയുന്ന ദിവസമാണ്. ഞാൻ അതിന് ഉത്തരം പറയാം. നമസ്കാരം സാം. സർ, ഈ ആഴ്ച മാർക്കറ്റ് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ കയറിയതുപോലെ ഇരിക്കുന്നു. ഒരുപാട് ദിവസത്തിന് ശേഷം പോർട്ട്ഫോളിയോ കുറച്ച് പോസിറ്റീവായി നോക്കിയതുപോലെ ഇരിക്കുന്നു. അതായത് എന്തായെന്ന് വെച്ചാൽ നിങ്ങൾ അടിച്ചടിച്ചടിച്ച് പഴകിപ്പോയി. ഒരു 100 പോയിന്റ് കയറിയ ഉടനെ നിങ്ങൾ പോസിറ്റീവ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒന്നും വലുതായിട്ട് പോസിറ്റീവ് ഒന്നുമില്ല. ലോഹ മാർക്കറ്റ് വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ച ഈവനിങ് നോക്കിയെങ്കിൽ രൂപ 95 കഴിഞ്ഞു പോകുന്നു. എന്ന് വെച്ചാൽ $20 ബില്യൺ ചെലവ് ചെയ്തുകൊണ്ട് 95 ബെറ്റർ എന്ന് പറയുന്ന കേസാണ്. പോലെ ഒരു രൂപയായിട്ട് വിടും. എങ്ങനെയെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ 69 വന്ന് ഗോൾഡൊക്കെ നിർത്തിയതിന് ശേഷം കൂടെ, ഞാൻ പറഞ്ഞില്ല, പ്രഥമർ പറഞ്ഞതാണ് നിർത്തിയെന്ന്. അതൊക്കെ നിർത്തിയതിൻ്റെ ശേഷം കൂടെ വെള്ളിയൊക്കെ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ശേഷം കൂടെ നിങ്ങളെ കൊണ്ട് 95 ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫാൾ നോക്കിയെങ്കിൽ, അതായത് റുപ്പി ഫാൾ നോക്കിയെങ്കിൽ ഫെബ്രുവരി 28 ഏറെക്കുറെ 91 റുപ്പീസ്, ഇന്ന് നോക്കിയാൽ 95.25, ഒരു 3 രൂപയുടെ അടുത്ത് വിളുന്നിരിക്കുന്നു. 97 വരയ്ക്കും ചെന്നായിരുന്നു. ഈ 3 മാസത്തിൽ ഒരു $40 ബില്യൺ ചെലവ് ചെയ്തിട്ടുണ്ട്. 40 ബില്യൺ എന്ന് പറയുമ്പോൾ 36,000 കോടി. അതാണ് ബോസ്. FIA വന്ന് നിങ്ങളടുത്ത് ഒരു സ്റ്റോക്ക് വാങ്ങിയ കാശും അവർ വെളിയിൽ വിൽക്കുവാണെങ്കിൽ കൊടുത്ത് തന്നെ ലാവണം. നമ്മുടെ ഡോളർ ഇല്ല എന്ന് പറയാൻ പറ്റൂല. ചോദിക്കുമ്പോൾ വിൽക്കുന്നു എന്ന് വരുമ്പോൾ എങ്ങനെയാണ് സാർ ഡോളർ കൊടുക്കും? രൂപ ഇറങ്ങും. ആണ് രൂപ ഇറങ്ങുന്നത്. ഇറങ്ങുന്നത് ഓക്കെ സാർ, അത് എങ്ങനെ കൊടുക്കുമെന്നാണ് അത് ചോദിക്കുന്നത്. വച്ചിരിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ വച്ചിരിക്കുന്നതിൽ 800 ബില്യൺ റിസർവ് ഇരിക്കുന്നു. 100 ബില്യൺ 600 ബില്യൺ റിസർവ് ഇരിക്കുന്നു. ഉടനെ വിടുവാണെങ്കിൽ അതിൽ 400 ബില്യൺ റിസർവ് ഇരിക്കുന്നു. അടുത്ത് 800 ബില്യൺ സ്റ്റോക്ക് ഇരിക്കുന്നു. അവർ വിൽക്കുന്ന തോറും നീ കൊടുത്തോണ്ടേ ഇരിക്കേണ്ടത് തന്നെ. ഈ 800 ബില്യൺ സ്റ്റോക്കിന് വിറ്റിട്ട് വെളിയിൽ പോകുന്നു. ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, അതായത് വേസ്റ്റ് കേസിൽ, അതായത് ഞാൻ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇതാണ് 150 എന്ന് ഞാൻ പറഞ്ഞത്. 125 ലക്ഷ്യം. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുമോ, $800 ബില്യൺ വിറ്റുകൊണ്ട് ഞാൻ വെളിയിൽ പോകുന്നു, $800 കൊടുന്ന് പറയുമ്പോൾ ഒരേ ദിവസത്തിൽ കൊടുക്കൂല ബോസ്. ഇതെന്ന് വെച്ചാൽ ഒരേ ദിവസത്തിൽ 800 വിൽക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇരിക്കില്ല, കുറച്ചാ എടുക്കും. അതെന്നെ സർ, ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ ചോദിക്കുന്നത്. $200 ബില്യൺ കയ്യിൽ വച്ചിരിക്കുവാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? ഇന്ത്യൻ എക്കോണമി വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത് ഓൾറെഡി. എന്നതാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നു. ഇമ്പോർട്ട് ചെയ്യാൻ പണം വേണം, പണമില്ല. ഉള്ളി ഇമ്പോർട്ട് ചെയ്യാൻ പണമില്ല. ടൈറ്റാ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. 91 വന്ന സിറ്റുവേഷൻ തിരികെയും വരുമോ എന്നാണ് ചോദിക്കുന്നത്. അത്രയും ദൂരം പോകില്ല എന്ന് വിശ്വസിക്കാം. പക്ഷെ നമ്മളെ തന്നെ സെറ്റ് ഗോൾ അടിച്ച ആ ദൂരത്തിൽ കൊണ്ടുപോകുമോ എന്ന് നമുക്ക് അറിയുന്നില്ല. ഇന്നൊരു കാര്യം സർ, ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഒക്കെ ഒരു 50 സ്വർണ്ണത്തിന് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ആ ന്യൂസാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 50 ടൺ സ്വർണ്ണത്തിന് വിൽക്കുന്നു എന്നാൽ ഓക്കെ, അവർ മുഖ്യമായിട്ട് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഗോൾഡ് പ്രൈസ് ഇന്നും വിടും, ഇന്ന സമയം വാങ്ങാന്ന് പറഞ്ഞ് സ്വർണ്ണത്തിന് വിറ്റു എന്നാണ് പറയുന്നത്. പ്രാഫിറ്റ് ബുക്കിംഗ് സർ. നിങ്ങൾ പോയി ഈ മണപ്പുറം, മുത്തൂട്ട്, ഒസമട്ടം ഇതുപോലെ ഇരിക്കുന്ന ഗോൾഡ് ലോൺ കമ്പനിയൊക്കെ എടുക്ക്. നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ എടുക്കാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കൊക്കെ ഈ പീരിയഡിൽ പണം ആക്ഷൻ കെട്ടാൻ പറ്റാതെ എത്ര ഇത് വിറ്റിരിക്കുന്നു നിങ്ങൾ നോക്കാം. ഒരു ഷെയർ പ്രൈസ് ഏറിയിരിക്കുന്നു സർ, ഞാൻ കണ്ടായിരുന്നു. എന്താണ് അർത്ഥം? ഗോൾഡിനെ വിറ്റിരിക്കുന്നു ആപ്ഷനിൽ. ഈ 50 ടണ്ണിൽ ഈ 50 പേരിൽ എത്ര പേരാണ് ഇഷ്ടപ്പെട്ട് വിറ്റു, എത്ര പേരെയാണ് എങ്ങനെ നിർബന്ധിച്ച് വിൽക്കാൻ വച്ചു എന്നത് നോക്കണം. ജീരപ്പടത്തിൽ രാധാരവിയുടെ ഡയലോഗ് പറഞ്ഞിരിക്കും, കൂട്ടിക്കളിച്ചു നോക്കി എല്ലാം ശരിയാ വരുന്നു. അതെ സർ. ഓക്കെ സർ, അപ്പൊ ഗോൾഡ് വിൽക്കുന്നെങ്കിൽ ഇന്ന് ജനങ്ങൾ മുത്തൂട്ട് നോക്കുമ്പോൾ 3% ഏറിയിരിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കാമോ? കറക്റ്റാന്ന് മാത്രം പറയൂ. ഗോൾഡ് ഞാൻ ഒരാൾ അടഗ് വെച്ചിരിക്കുന്നു. ഗ്രാം അടഗ് വയ്ക്കുവാണെങ്കിൽ 12,000 രൂപയ്ക്ക് 8,000 രൂപ കൊടുത്തിരിക്കും. ഓപ്ഷനിൽ ചൊല്ലുവാണെങ്കിൽ 12,000 രൂപയും മുത്തൂട്ടിനതിന് കൊടുത്തത് 8,000 കൊടുക്കും. ഇൻട്രസ്റ്റ് ഇട്ടിരിക്കും. ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ അവരെടുക്കും. മേലിരിക്കുന്നത് നിങ്ങൾ എടുത്ത് തരും. ബട്ട് ഓപ്ഷനിൽ എന്ത് വിലയാണ് പോണം എന്നതിന് മുത്തൂട്ട് തന്നെ ഡിസൈഡ് ചെയ്യും. അതന്നെ സർ. അപ്പൊ അതൊക്കെ നേരത്തെ ലാഭം എന്ന കാരണത്താലാണ് ആ മാർക്കറ്റ് പ്രൈസ് ഇൻസ്റ്റന്റ് ടൈംസ് ഏറിയിരിക്കുന്നത്. അതുകൊണ്ട് ഏറിയിരിക്കുന്നു. എന്നാൽ 2 ദിവസം കൊണ്ട് ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞു, US വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജോബ് നമ്പേഴ്സ് വന്നിരിക്കുന്നത് വേറെ പോലെയാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റൂല്ലയോ ഒരു സന്തോഷത്തിൽ ഗോൾഡ് ഒരു 500 രൂപ ഏറിയിരിക്കുന്നു. കാരണം അവരെടുത്തിരിക്കുന്ന അസറ്റ് സെന്റർ മാനേജ്മെന്റ് ഇൻക്രീസ് ആകും. ഒരേ ഗോൾഡിന്റെ വില ഏറിയാണെങ്കിൽ ഇന്നും എക്സ്ട്രാ കടം കൊടുക്കാം എന്ന് നോക്കുന്നു. എല്ലാം തന്നെ ഏറും. വിൻവാഷ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇന്നും 5 വാരം ഇരിക്കുന്നു. ഏറി ഇറങ്ങി പോകുന്നു. ഒരു അസംഷനിൽ ടപ്പ് നിന്നൊരു 4% പ്രോഫിറ്റ്. ഇതിൽ എന്തെന്നാൽ 8 മാസത്തിൽ വേണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റാം. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റുവാണെങ്കിൽ ഈ എക്കോണമി താങ്ങൂല. കാരണം എന്തെന്ന് വെച്ചാൽ എക്കോണമി 2 സൈഡായിട്ട് പോകുന്നു. വന്നിട്ട് ഡോമിനേറ്റഡ് എക്കോണമി, ഇനി ഒന്ന് വന്നിട്ട് നോർമൽ എക്കോണമി. ഈ മേജറിന് മാത്രം എടുക്കണ്ട. അവർക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഈ 30-40 കമ്പനി എടുക്കുവാണെങ്കിൽ
റിമൈനിങ് കമ്പനീസിനൊക്കെ ഏർണിങ്സേ ഇല്ല അമേരിക്കയ്ക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. സോ ഇൻട്രസ്റ്റ് റേറ്റിനെ 2 പ്രാവശ്യം കയറ്റുവാണെങ്കിൽ പ്രഷറിൽ എന്താകുമെന്ന് വെച്ചാൽ ഓടെ അടുത്ത വർഷം റേറ്റിനെ കട്ട് ചെയ്യും. ഈ വർഷം കയറ്റി അടുത്ത വർഷം കട്ട് ചെയ്യും. ഗോൾഡ് എന്ത് ചെയ്യുന്നാൽ ഇറങ്ങി ഏറും. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തില്ല എങ്കിൽ നേരെ ഏറും. ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയെങ്കിൽ ഇറങ്ങി ഏറും. എന്നിട്ട് നമ്മൾ ഈ ജോസ്യം നോക്കുന്ന പോലെയാണ്. ഇത് എവിടെ ഏറി നിന്നു കിടന്നു എന്നൊക്കെ നോക്കൂലേ, അതുപോലെയാ. ആറിനൊപ്പം ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമുക്ക് ആവശ്യമില്ല. നടക്കുന്നോ ഇല്ല. കുറച്ച് വന്നു വാങ്ങി, കെവിൻ വാഷ് വന്നു ഇറക്കി, ഇങ്ങോട്ട് ഇറക്കി, ഇന്നും കുറച്ച് ഇറക്കുവാണ്, ഇന്നും കുറച്ച് നമ്മളെടുക്കും. എങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇനി അപ്പം ബൈയിങ് ടൈമാണ്. അതെ, ഇനി തരേണ്ട എന്നതാണ് പോയിന്റ് അല്ലേ. ഇറങ്ങാൻ കരയരുത്. ഇറങ്ങുമെന്ന് നിങ്ങൾ തീരുമാനിക്കുവാണെങ്കിൽ, എവിൻ വാഷ് വന്ന് ദായമിടുമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ വെയിറ്റ് ചെയ്യൂ. പക്ഷെ ദായം ഇട്ടില്ലെങ്കിൽ ഇതുകൊണ്ടാണ്. പക്ഷെ ദായം ഇട്ടില്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ദായം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. എന്ത് സാർ, നിങ്ങൾ IPO ഇടുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഉത്തരം പറയുന്നു. എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, വി ആർ നോട്ട് ഏബിൾ ടു റീഡ് ദി എക്കോണമി. ഇനിയൊരു പ്രോബ്ലം നോക്കുന്നു. റിഹായിൽ 2 ദിവസം കൊണ്ട് 8% വീഴുന്നു. ഓണോടെ വാല്യൂ വീഴുന്നു. ഈ പെട്ടെന്ന് 1997 ഓർമ്മയാണ് വന്നത്. ഏതാ ഫൈനാൻഷ്യൽ ക്രൈസിസ്. കാരണം അവരെ ചിപ്പ് താഴെ ഇറങ്ങുവാണെങ്കിൽ നോക്കി ഓടുന്നു എന്നതൊരു സൈനാണ്. ആ ബബിൾ പൊട്ടിയോ എന്നൊരു സംശയം ഇരിക്കുന്നു സാർ. ബബിൾ വെടിച്ചെന്ന് വെച്ചോ, കേട്ടില്ല, അങ്ങനെ സ്ലൈഡ് ചെയ്ത് മുകളിൽ കയറും. വെടിച്ചെന്ന് എന്ത് പറയാനാ. കമ്പനിയുടെ ഷെയർസ് ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് നോക്കുമ്പോൾ ഈ ബബിളിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ബസ്സിൽ ഇരിക്കുന്നോ എന്നൊരു ചെറിയ സംശയം ഇരിക്കുന്നു സാർ. നിയർലി 30-40% വാല്യൂ പോവും. 40% സാർ. അത് അങ്ങനെ അത്രയും പോവും. 380 350 പെർ മന്തിൽ 340 വരയ്ക്കും ചെന്നായിരുന്നു. ഈ 40 170 വരുവാണെങ്കിൽ എനിക്ക് ലാഭം തന്നല്ലോ. 170 പോയെങ്കിൽ ഞങ്ങൾ 90 വാങ്ങിയത് മറക്കുമേ. 380 പോയതല്ലേ ഞങ്ങൾ കണ്ണിൽ നിൽക്കും. നിങ്ങളെ തെറ്റാണ്. നമ്മൾ 170 3 വാങ്ങാമോ എന്ന് നോക്കണം. അബ്രോഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുതലീട്ട ആളറിന് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമോ സർ? പ്രോഫിറ്റ് ബുക്കിന് ഇന്ത്യക്ക് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ 3 രൂപ ഇറങ്ങുമല്ലോ. ഓക്കെ സർ. കാശിനെ നീ എന്ത് ചെയ്യാൻ പോകുന്നു അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഒരു വർഷം ബസ്റ്റായി എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ 30-40% വിലാൻ ചാൻസ് ഇരിക്കുന്നു. ഉള്ളൂല്ല. ഈ കമ്പനിയാണ് പ്രോബ്ലം. മാഗ്നിഫിസന്റ് 7 ചിപ്പ് കമ്പനി, രണ്ടും തന്നെ പ്രോബ്ലം. സർ, ഇതൊരു ഇനീഷ്യൽ ഗ്ലിച്ച് നിർക്കാമോ സർ? നമുക്കറിയാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെ പോകും അതിനനുസരിച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്നെപ്പോലെ ആൾക്കാരിന് ഞാൻ അഡ്വൈസ് ചെയ്തെന്നൊക്കെ എൻ്റെ അടുത്ത് വളരെ കുറവാണ്. നോൺ ആണ് എൻ്റെ അടുത്ത് കൂടുതലുള്ളത്. അപ്പൊ ഒരു അടുത്ത 6 മാസത്തിന് ഈ കാറ്റ് ഓൺ ദി വാൾ സിറ്റുവേഷൻ തന്നെ. അതെ, കാറ്റ് ഓൺ ദി വാൾ തന്നെ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.